2013 ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലുള്ള എല്ലാ സീറ്റും ഫില്ലായിരുന്നു. ഇത്രയും വലിയൊരു ആൾക്കൂട്ടം വന്നത് ഒരു സിംഗറിനെയോ അതോ ഒരു ആക്ടറിനെയോ കാണാനല്ല, മറിച്ച് മാത്സ് പഠിക്കാനായിരുന്നു. കാരണം സ്റ്റേഡിയത്തിന്റെ മിഡിൽ ഇരുന്ന് ക്ലാസ് എടുക്കുന്നത് ബൈജൂസിന്റെ ഫൗണ്ടറായ ബൈജു രവീന്ദ്രനായിരുന്നു. പക്ഷേ $22 ബില്യൺ വാല്യുവേഷനുള്ള ഈ കമ്പനി എങ്ങനെയാണ് ബാങ്ക്രപ്റ്റ് ആയത്? ബൈജൂസിന്റെ മുഴുവൻ കഥ നമുക്ക് നോക്കാം. 1980 കണ്ണൂരിലാണ് ബൈജു രവീന്ദ്രൻ ജനിച്ചത്. അയാളുടെ 2 പേരൻസും ടീച്ചേഴ്സ് ആയിരുന്നു. എല്ലാ മിഡിൽ ക്ലാസ് പേരൻസിനെയും പോലെ രവീന്ദ്രന് 2 ചോയ്സ് കൊടുത്തു, ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ. രവീന്ദ്രൻ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തു. അങ്ങനെ 2000 എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി തുടങ്ങി. പക്ഷേ അടുത്ത 2 വർഷത്തിൽ അയാളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവാൻ പോകുമായിരുന്നു. കാരണം രവീന്ദ്രന്റെ കോളേജിലത്തെ ഫ്രണ്ട്സിന് IIM-ൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി CAT എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമായിരുന്നു. ഇതിനുവേണ്ടി അവര് രവീന്ദ്രനെയാണ് വിളിച്ചത്. അങ്ങനെ രവീന്ദ്രൻ അവരെ പഠിപ്പിച്ചു. എന്നിട്ട് സ്വയം എക്സാമും എഴുതി. പഠിപ്പിച്ച 12 പേരിൽ 4 പേര് പാസ്സായി. അതിൽ ഒരാളുടെ സ്കോർ 100% ആയിരുന്നു. അതായിരുന്നു രവീന്ദ്രന്റെ സ്കോർ. എന്നാലും അയാൾ IIM-ലൊന്നും പോയില്ല, ജോലി കണ്ടിന്യൂ ചെയ്തു. പിന്നീട് 2005 രവീന്ദ്രൻ ഒന്നും കൂടിയും CAT എക്സാം എഴുതി. എന്നിട്ട് പിന്നെയും 100% മേടിച്ചു. 2 പ്രാവശ്യം CAT ടോപ്പ് ചെയ്ത കാരണം സ്റ്റുഡൻസ് ഒക്കെ അയാളുടെ മുന്നിൽ ലൈൻ നിൽക്കായിരുന്നു. ആ ഒരു സമയത്താണ് ബൈജു രവീന്ദ്രന് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ 2006 ഒരു ചെറിയ ബിൽഡിംഗ് റെന്റിനെടുത്തു. ബൈജൂസ് ക്ലാസസ് ഫോർ CAT എന്ന് പറഞ്ഞു. കുറച്ച് സമയത്തിൽ തന്നെ ഈ ചെറിയ ബിൽഡിംഗ് ഒരു വലിയ ഓഡിറ്റോറിയത്തിലേക്ക് മാറി. ആദ്യത്തെ ക്ലാസ് ഫ്രീ ആയിരുന്നു. പിന്നീടുള്ള ക്ലാസ്സുകളെല്ലാം പെയ്ഡ് ആയിരുന്നു. എന്നാലും ക്ലാസ് അറ്റൻഡ് ചെയ്ത 10ൽ 9 പേരും പെയ്ഡ് സ്റ്റുഡൻസ് ആയി മാറുമായിരുന്നു. കാരണം ബൈജൂസ് മാർക്സിനേക്കാൾ കൂടുതൽ ഫോക്കസ് കൊടുത്തത് കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കുന്നതിലായിരുന്നു. അങ്ങനെ പതിയെ ഈ ക്ലാസുകൾ മുംബൈ, പൂനെ, ചെന്നൈ, ബാംഗ്ലൂരിലെല്ലാം വന്നു തുടങ്ങി. ഇതുവഴി കുറെ ടാലന്റഡ് സ്റ്റുഡൻസിനെ രവീന്ദ്രൻ കണ്ടുമുട്ടി. ഇവരിൽ ഒരാളായിരുന്നു രവീന്ദ്രന്റെ ഫ്യൂച്ചർ വൈഫായ ദിവ്യ. മാത്രമല്ല ഏർലി എംപ്ലോയീസും കോ ഫൗണ്ടേഴ്സിനെയും ക്ലാസുകളിൽ നിന്നാണ് കണ്ടെത്തിയത്. അങ്ങനെ ക്ലാസുകൾ ഓൾ ഓവർ ഇന്ത്യ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എല്ലാ ക്ലാസ്സും ഓഫ്ലൈൻ ആയതുകൊണ്ട് രവീന്ദ്രൻ ഓരോ വീക്കിലും ഓരോ സ്റ്റേറ്റിലായിരുന്നു. എല്ലാ ദിവസവും രാത്രിയും പകലും വർക്ക് ചെയ്തിട്ടും എല്ലാ സ്ഥലത്തും എത്താൻ പോസിബിൾ അല്ലായിരുന്നു. മാത്രമല്ല ഇത് രവീന്ദ്രനും വളരെ ഹെക്റ്റിക് ആയിരുന്നു. അങ്ങനെയാണ് ബൈജൂസ് ദി ലേണിംഗ് ആപ്പിന്റെ തുടക്കം വന്നത്. അന്ന് തൊട്ട് അവർ സ്കൂൾ ട്യൂഷൻ സെഗ്മെന്റിലേക്ക് എൻ്റർ ചെയ്തു. കാരണം ഇന്ത്യയിൽ ടോട്ടൽ 25 കോടി സ്കൂൾ സ്റ്റുഡൻസ് ആണുള്ളത്. സ്കൂൾ പിള്ളേരൊക്കെ വീഡിയോസ് കാണാൻ വേണ്ടി 3D ആർട്ടിസ്റ്റിനെയും പ്രൊഫഷണൽ മ്യൂസീഷ്യൻസിനെയും വെച്ചാണ് ബൈജൂസിന്റെ വീഡിയോസ് ക്രാഫ്റ്റ് ചെയ്തത്. എല്ലാ സ്റ്റുഡൻസും സെയിം വേഗത്തിൽ പഠിക്കാത്തത് കാരണം ബൈജൂസിലൂടെ അവർക്ക് അവരുടെ സ്പീഡിൽ പഠിക്കാമായിരുന്നു. മാത്രമല്ല ചില സ്റ്റുഡൻസ് വീഡിയോസ് ആണ് പ്രിഫർ ചെയ്തത്, ചിലർ ടെക്സ്റ്റും. ഇത് രണ്ടും ബൈജൂസിന്റെ ആപ്പിലുണ്ടായി. അങ്ങനെ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ്സിന് ശേഷം ഫൈനലി 2015 ബൈജൂസ് ദി ലേണിംഗ് ആപ്പ് റിലീസ് ചെയ്തു. ഇത് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു റെസ്പോൺസ് ആണ് അവർക്ക് കിട്ടിയത്. ഈവൻ ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ $50 മില്യൺ ആണ് ബൈജൂസിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ബൈജൂസിന്റെ മെയിൻ ഫോക്കസ് സെയിൽസ് മാത്രമാണ്. ഇവിടെ നിന്നാണ് ബൈജൂസിന്റെ ഡൗൺഫോൾ തുടങ്ങുന്നത്. ബൈജൂസ് 100 കണക്കിന് ഫ്രഷ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെ വെച്ച് ഒരു അഗ്രസീവ് സെയിൽസ് ടീമിനെ ഉണ്ടാക്കി. ഇവരുടെ സ്ട്രാറ്റജി ആക്ച്വലി വളരെ ക്ലെവർ ആയിരുന്നു. പേരൻസ് ടിവിയിൽ ബൈജൂസിന്റെ പരസ്യം കാണുന്നു, അതുവഴി അവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ബൈജൂസിന്റെ സെയിൽസ് പേഴ്സൺ അവരെ വിളിക്കും. എന്നിട്ട് ഒരു ഇൻ പേഴ്സൺ സെഷൻ ബുക്ക് ചെയ്യും. എന്നിട്ട് സെയിൽസ് പേഴ്സൺ കുട്ടിയുടെ ഗോൾസും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു ചെറിയ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നിട്ട് ഒരു കുട്ടിക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ലാത്ത ഒരു ഡിഫിക്കൽട്ട് ചോദ്യം ചോദിക്കും. ഇവർ ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, ഒരു സർക്കിളിൽ എത്ര പോയിന്റ്സ് ഉണ്ടെന്ന്. ഒബ്വിയസ്ലി കുട്ടിക്ക് ആൻസർ അറിയില്ലെന്ന് പറയും. അപ്പോൾ സെയിൽസ് പേഴ്സൺ ബൈജൂസിന്റെ ഒരു ഹൈ ക്വാളിറ്റി വീഡിയോ എക്സ്പ്ലനേഷൻ കാണിച്ചു കൊടുക്കും. ഒരു സർക്കിളിൽ ഇൻഫിനിറ്റ് പോയിന്റ്സ് ആണ് ഉള്ളതെന്ന്. എന്നിട്ട് ഒന്നും കൂടിയും ആ ചോദ്യം ചോദിക്കും. അപ്പോൾ കുട്ടിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് സെയിൽസ് പേഴ്സൺ പേരൻസിനോട് പറയും, ഇത്രയും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും അറിയില്ലെങ്കിൽ ഈ കുട്ടി ബോർഡ്സും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഒബ്വിയസ്ലി പേരൻസ് കുട്ടിയെ ഓർത്ത് നെർവസ് ആകും. ഇവരുടെ ഈ ഇമോഷനാണ് ബൈജൂസ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരുടെ ആപ്പ് ഒരു സൊല്യൂഷൻ ആയിട്ട് കൊടുത്തത്. ഇനി ഇപ്പോഴും പേരൻസ് കൺവിൻസ് ആയില്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ ഒന്നും കൂടി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്നിട്ട് അതിന്റെ വീഡിയോ എക്സ്പ്ലനേഷൻ കാണിച്ചു കൊടുക്കും. അങ്ങനെ കുട്ടിയുടെ ഇംപ്രൂവ്മെന്റ് കണ്ടിട്ട് പാരന്റ്സ് ഓട്ടോമാറ്റിക്കലി കൺവിൻസ് ആകും. മാത്രമല്ല ആ കുട്ടിക്ക് വരെ ബൈജൂസിന്റെ ടാബ്ലറ്റ് വേണമെന്നായി. അങ്ങനെ അവർ ഒരു ഡീല് ക്ലോസ് ചെയ്യും. ഇത് വളരെ അൺഎത്തിക്കൽ ആണെങ്കിലും വളരെ അധികം സക്സസ്ഫുൾ ആയിരുന്നു. കാരണം ഈ സ്ട്രാറ്റജി ബൈജൂസിന്റെ വാല്യുവേഷനെ $1 ബില്യൺ വരെ എത്തിച്ചു. $1 ബില്യൺ റുപ്പീസിൽ 9,000 കോടി രൂപയാണ്. പക്ഷേ ഈ ഗ്രോത്ത് വെറും തുടക്കമായിരുന്നു. കാരണം ലോക്ക്ഡൌൺ വരാൻ പോകായിരുന്നു. ഈ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് അവർ കുറച്ച് സമയത്തേക്ക് മാത്രം ആപ്പ് ഫ്രീ ആക്കി, മാക്സിമം കസ്റ്റമേഴ്സിന് കിട്ടാൻ. പിന്നീട് ലോക്ക്ഡൌൺ മാസങ്ങൾ നീണ്ടി
നേടിയത് കാരണം സ്റ്റുഡൻസിന് ഓൺലൈൻ പഠിക്കാനല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടായില്ല. അങ്ങനെ ബൈജൂസ് $8 ബില്യൺ വാല്യുവേഷനിലെത്തി. കോഡിംഗിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി അവർ വൈറ്റ് ഹാറ്റ് ജൂനിയറിന് $300 മില്യൺ കൊടുത്ത് മേടിച്ചു. അതേപോലെ വേറെ കുറെ സ്റ്റാർട്ടപ്സിന്. ഈ സ്റ്റാർട്ടപ്സിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ബൈജൂസ് $1.2 ബില്യൺ ലോൺ വരെ എടുത്തു. പിന്നീട് മാർച്ച് 2022 ബൈജൂസ് ഏറ്റവും പീക്കിലെത്തി. $22 ബില്യൺ വാല്യുവേഷനും 58,000 എംപ്ലോയീസുമാണ് ഉണ്ടായത്. പക്ഷേ ബൈജൂസ് ദി ലേണിംഗ് ആപ്പിന് ഒരു വലിയ പ്രോബ്ലം ഉണ്ടായി. ഇത്രയും വേഗത്തിൽ ഗ്രോത്ത് ഉണ്ടായത് ലോക്ക്ഡൌൺ കാരണമായിരുന്നു. അപ്പോൾ ലോക്ക്ഡൌണിന്റെ എഫക്ട്സ് എല്ലാം കഴിഞ്ഞപ്പോൾ ബൈജൂസിന്റെ സെയിൽസും കുറഞ്ഞു. സെയിൽസ് കൂട്ടാനുള്ള എക്സ്ട്രീം പ്രഷർ എംപ്ലോയീസിന് വന്നു. എംപ്ലോയീസിന് 14 hour ഷിഫ്റ്റ്സ് വർക്ക് ചെയ്യേണ്ടി വന്നു. മാത്രമല്ല ദിവസത്തെ സെയിൽസ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ലെങ്കിൽ എംപ്ലോയീസിന് ലഞ്ച് കഴിക്കാൻ പോലും അലൗ ചെയ്തില്ല. ഓരോ സെയിൽസ് പേഴ്സണും ആഴ്ചയിൽ 1.5 lakhന്റെ സെയിൽസ് കൊടുക്കണമായിരുന്നു. മാത്രമല്ല 50% ടാർഗറ്റ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമായിരുന്നു. ഇതൊക്കെ കാരണം അവർ സെയിൽസ് കിട്ടാൻ വേണ്ടി കസ്റ്റമേഴ്സിനെ ത്രട്ടൻ ചെയ്യാൻ വരെ തുടങ്ങി. ചില കേസുകളിൽ അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് 15,000 റുപ്പീസ് ഒക്കെ ഇറക്കാൻ തുടങ്ങി, എങ്ങനെയെങ്കിലും ഒക്കെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി. മാത്രമല്ല കസ്റ്റമേഴ്സിന് റീഫണ്ട് കിട്ടാൻ ഓൾമോസ്റ്റ് ഇംപോസിബിൾ ആയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയപ്പോൾ പേരൻസിന് ബൈജൂസിലുണ്ടായ വിശ്വാസം നഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊക്കെ ഒരു ചെറിയ പ്രോബ്ലമാണ്. ശരിക്കുമുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബൈജൂസിന്റെ ബിസിനസ് മോഡൽ ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല. അവര് എത്ര സെയിൽസ് കൊണ്ടുവന്നാലും പ്രോഫിറ്റബിൾ ആവില്ല. കാരണം ഓരോ സെയിലും അവരെ ലോസിലാക്കുമായിരുന്നു. എന്താന്ന് വെച്ചാൽ ഓരോ സെയിൽസ് പേഴ്സണും 2.7 lakh മന്ത്ലി സെയിൽസ് ഉണ്ടായി. സെയിൽസ് പേഴ്സന്റെ സാലറി ആണെങ്കിൽ 1.1 lakh ആയിരുന്നു. അപ്പോൾ നെറ്റ് 1.6 lakh. ഇതിൽ നിന്ന് മാർക്കറ്റിംഗ് കോസ്റ്റ് 65,000, പ്രോഡക്റ്റിന്റെ കോസ്റ്റ് 31,000 എന്ന് വെച്ചാൽ വെറും 57,000 മാർജിൻ ആണ് പെർ സെയിൽസ് പേഴ്സൺ. പിന്നെ ഓഫീസിന്റെ റെന്റും അതർ എക്സ്പെൻസസ് ഒക്കെ നോക്കുമ്പോൾ ഓരോ സെയിലും ലോസിലാണ്. ഇതിനു വേണ്ടി അവർ ബൈജൂസിന്റെ മോഡൽ മാറ്റി. ഇനി തൊട്ട് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി ഇൻ പേഴ്സൺ സെഷൻസ് ഉണ്ടാവില്ല, മറിച്ച് ഫോൺ കോൾസും സൂം മീറ്റിംഗ്സും ആയിരിക്കും. പക്ഷേ ഇതൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് അവരുടെ സെയിൽസ് പിന്നെയും കുറഞ്ഞു. സെപ്റ്റംബർ 2022 ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് വെച്ച് അവരുടെ റവന്യൂ 2,000 കോടി രൂപയായിരുന്നു. പക്ഷേ അവരുടെ ലോസ് ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയ 4,000 കോടി രൂപ. ബേസിക്കലി എല്ലാ ദിവസവും അവർ 12 കോടിയുടെ ലോസിലായിരുന്നു. അങ്ങനെ എംപ്ലോയീസിന്റെ സാലറീസ് ഡിലേ ആയി, ലോൺ പേയ്മെന്റ്സ് മിസ്സാക്കി, ലീഗൽ കേസസ് വരെയായി. ബൈജൂസിന്റെ ഈ പ്രശ്നങ്ങൾ കാരണം മുന്നേ ഫണ്ട് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് എല്ലാം പോയി. ഫണ്ട് ഇല്ലാത്ത കാരണം 50,000 എംപ്ലോയീസിലത്തെ പകുതി പേരെ പറഞ്ഞു വിടേണ്ടി വന്നു. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ബൈജൂസിന്റെ മെജോറിറ്റി റവന്യൂ ടാബ്ലറ്റ്സിൽ നിന്നാണ് വന്നത്. 20% മാത്രമാണ് കോഴ്സിൽ നിന്ന്. അപ്പോൾ റവന്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ടെക്നിക്കലി ഒരു എഡ്ടെക് കമ്പനി അല്ല, മറിച്ച് ഒരു ടാബ്ലറ്റ് വിൽക്കുന്ന കമ്പനിയാണ്. അങ്ങനെ സർവൈവ് ചെയ്യാൻ വേണ്ടി അവർക്ക് അവരുടെ സ്റ്റാർട്ടപ്സ് ഒക്കെ വിൽക്കേണ്ടി വന്നു. $1 ബില്യൺ കൊടുത്ത് മേടിച്ച എപ്പിക് സ്റ്റാർട്ടപ്പിനെ അവർ $500 മില്യൺ ലോസിനാണ് കൊടുത്തത്. ഇന്ന് ബൈജൂസിന്റെ വാല്യുവേഷൻ $22 ബില്യൺ നിന്ന് വെറും $225 മില്യൺ എന്ന് വെച്ചാൽ 99% വാല്യൂ ഇല്ലാതെ. ഇന്ത്യ മുഴുവൻ ഓഫീസ് ഉണ്ടായ കമ്പനിക്ക് ഇപ്പോൾ ബാംഗ്ലൂരിൽ മാത്രം ഒരു ഓഫീസ് ഉണ്ട്. ബൈജൂസിനെ പോലെ തന്നെ വലിയൊരു കമ്പനിയായിരുന്നു അറ്റ്ലസ് ജ്വല്ലറി. അപ്പോൾ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിന് എന്ത് സംഭവിച്ചു എന്ന് അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി.